ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിച്ച് സന്തോഷം പകരാൻ ഹോസ്പിറ്റൽ ക്ലൗണിംഗ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രചാരത്തിലുള്ള ഹാസ്യ കലാരൂപമായ ഹോസ്പിറ്റൽ ക്ലൗണിംഗ് ആണ് കൊച്ചി അമൃത ആശുപത്രിയിലും അവതരിപ്പിക്കുന്നത്. ഫ്രാൻസിൽ നിന്നുള്ള ക്ലൗണിംഗ് കലാകാരന്മാരായ പിന ബ്ലാങ്കഫോർട്ട്, ബ്രൂണോ ക്രിയസ് എന്നിവരാണ് അവതരണത്തിന് നേതൃത്വം നൽകുന്നത്. ആശുപത്രിയിലെത്തുന്ന കുട്ടികൾക്ക് ചികിത്സയെക്കുറിച്ചുള്ള ഭയമകറ്റി അവരിൽ സന്തോഷവും ആശ്വാസവും പകർന്ന് രോഗശമനം വേഗത്തിലാക്കുക. അതിനുള്ള ശ്രമമാണ് ഹോസ്പിറ്റൽ ക്ലൗണിംഗ്. അമൃത ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡുകളിലാണ് മെഡിക്കൽ ക്ലൗണിങ്ങിൻ്റെ പ്രധാന വേദി. ഫ്രാൻസിലെ പ്രൊഫഷണൽ ക്ലൗണിംഗ് സംഘടനയിൽ അംഗമായ പിന 2016 അമൃത ആശുപത്രിയിൽ ആദ്യമായി ഹോസ്പിറ്റൽ ക്ലൗണിംഗ് അവതരിപ്പിച്ചത്. ഈ കലാരൂപത്തിൻ്റെ അവതരണത്തിനും പ്രചാരണത്തിനുമായി 4ാം തവണയാണ് പിനയും സംഘവും കേരളത്തിലെത്തുന്നത്. കുട്ടികൾക്ക് ആശുപത്രിയിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ആകാംക്ഷയും എല്ലാം അവരുടെ ചികിത്സയെ ഒരു പരിധിവരെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യമുള്ളത് അവരുടെ ആങ്സൈറ്റിയും അവരുടെ സ്ട്രെസ്സും കുറയ്ക്കുവാനായിട്ട് ഇത്തരം വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള കലാരൂപങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് ഹോസ്പിറ്റൽ ക്ലൗണിങ്ങിൻ്റെ ഒരു പ്രധാന സവിശേഷത. അവരുടെ ഹ്യൂമർ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നാച്ചുറലായിട്ട് പെയിൻ കുറയ്ക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോർഫിൻ റിലീസ് ചെയ്യപ്പെടുകയും പെയിൻ ഒരു അളവ് വരെ അവർക്ക് കുറയാനായിട്ട് സാധിക്കുന്നു ഇത്തരം കലാരൂപത്തിലൂടെ. സംഗീതത്തിനൊപ്പം മാജിക്കിൻ്റെ കൗതുകവും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ രോഗത്തെക്കുറിച്ചുള്ള ആശങ്ക നിറഞ്ഞ അന്തരീക്ഷത്തിന് ഒരയവ് വരുന്നു. സന്തോഷവും സ്നേഹവും പകരുന്ന ഹോസ്പിറ്റൽ ക്ലൗണിംഗ് തുടർന്നും നടത്താനുള്ള തീരുമാനത്തിലാണ് അമൃത ആശുപത്രി. ക്യാൻസർ പൊതുവേ നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോഴേ പേടിയാവുന്ന ഒരു അസുഖം. കുഞ്ഞുങ്ങളിലാകുമ്പോൾ കുറെ കൂടി പേടിയാണ്. പേടി കാരണം പലപ്പോഴും അസുഖം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാതെ പോകുന്ന കുടുംബങ്ങളെക്കുറിച്ച് അറിയാം. കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ചാൽ മാറാൻ സാധ്യത കൂടുതലുള്ളതും അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് നോർമൽ ജീവിതത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലുള്ളതായതുകൊണ്ട് തീർച്ചയായും അത് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കഴിയുന്നത്ര പെട്ടെന്ന് കുഞ്ഞിനെ കാണിച്ച് ഈ രോഗം ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ഹാസ്യകലാരൂപത്തിന്റെ പ്രചാരണം ലക്ഷ്യമിട്ട് കേരളത്തിലെ യുവ നാടക കലാകാരന്മാർക്ക് പരിശീലനം ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് ഫ്ലാഷ് മോബും ആശുപത്രിയിൽ സംഘടിപ്പിക്കപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി.